പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് പാദവാർഷിക പരീക്ഷ 4ാം ക്ലാസ് തജ്വീദ്. പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതു രൂപത്തിലാണ് ചോദ്യങ്ങൾ വരുന്നത്, ഏതൊക്കെ പാഠങ്ങൾ പരീക്ഷയ്ക്ക് വേണ്ടി നമുക്ക് പഠിക്കേണ്ടതുണ്ട് എന്നീ വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ്. നല്ലൊരു വീഡിയോയാണ്, മുഴുവനായി കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രധാന വിഷയങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ കഴിഞ്ഞ വർഷം നടന്ന പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ ഉത്തരസഹിതം നമുക്കൊന്ന് പരിചയപ്പെടാം. ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ മറ്റു വിഷയങ്ങളുടെ വീഡിയോ ലഭിക്കുന്നതിന് വേണ്ടിയും മദ്രസയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ആദ്യം നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യണം. നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. യോജിച്ചവ ചേർക്കാം എന്നതാണ്. ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് കാണാം ഹറാം, കറാഹത്ത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യൽഅനുഹു, സദഖല്ലാഹുൽ അളീം, ഖിറാഅത്ത് തുടങ്ങുമ്പോൾ. അതിൽ 6 ചോദ്യങ്ങളുണ്ട്. ബ്രാക്കറ്റിൽ നിന്ന് നിങ്ങൾ യോജിച്ചത് തിരഞ്ഞെടുക്കണം. ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത് ചോദിച്ചിട്ടുള്ളത് റുബ്ബ കാരിൻ ലിൽ ഖുർആനി, ഖുർആൻ ഓതുന്ന എത്രയെത്ര ഓത്തുകാരാണ്. വൽ ഖുർആനു, ഖുർആൻ ഡാഷ് യൽഅനുഹു, അവരെ ശപിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എത്ര ഓത്തുകാരാണ്. രണ്ടാമത് ഖുർആൻ പാരായണം ചെയ്തു അവസാനിക്കുമ്പോൾ ചൊല്ലണം സദഖല്ലാഹുൽ അളീം. മൂന്നാമത് ബറാഅത്ത് സൂറത്തിൻ്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലൽ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു ഓതൽ ഹറാമാണ്. ബറാഅത്ത് സൂറത്ത്, തൗബ സൂറത്ത് എന്ന് പറയുന്നത് ബിസ്മി ഓതാനേ പാടില്ല. നാലാമത്തത് ബറാഅത്ത് സൂറത്തിൻ്റെ ഇടയിൽ ബിസ്മി ചൊല്ലൽ എന്താണ്, കറാഹത്താണ്. അഞ്ചാമത് അഊദുവും ബിസ്മിയും ചൊല്ലണം ഖിറാഅത്ത് തുടങ്ങുമ്പോൾ. ആറാമത്തത് ബറാഅത്തല്ലാത്ത എല്ലാ സൂറത്തുകളിലും ഉള്ള ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളത്. 6 ചോദ്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വർഷം ചോദിച്ചതുകൊണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കില്ല എന്ന് വിചാരിച്ച് പഠിക്കാതിരിക്കരുത്. ഇത് നമ്മളെ തജ്വീദിലെ പ്രധാനപ്പെട്ട 6 കണ്ടൻറ്റുകളാണ്. എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവണം. പക്ഷെ വളരെ എളുപ്പമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും മറന്നു പോകരുത്. അടുത്ത ചോദ്യം നോക്കൂ. പൂർത്തിയാക്കാം. 2-ൽ 1 ഖുർആൻ പാരായണം ചെയ്യൽ മഹത്തായ ഇബാദത്താണ്, ആരാധനയാണ്. രണ്ടാമത്തത് ഖുർആൻ ഓതുന്നവരും ഓതുന്ന സ്ഥലവും അനുഗ്രഹീതമാണ്. മൂന്നാമത്തത് ഖുർആൻ ഓതുമ്പോൾ പാരായണത്തിൻ്റെ എല്ലാ നിയമങ്ങളും പാലിച്ചിരിക്കണം. നാലാമത്തത് നിയമങ്ങൾ പാലിക്കാതെയുള്ള ഖുർആൻ പാരായണം കുറ്റകരമാണ്. അഞ്ചാമത്തത് ഷദ്ദുള്ള നൂനും മീമും ഉച്ചരിക്കുമ്പോൾ ഒരു അലിഫിൻ്റെ അളവ് മണിക്കൽ നിർബന്ധമാണ്. ഇതിൽ പറഞ്ഞ 5 ചോദ്യങ്ങളും പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും ഈ 5ൻ്റെയും ആൻസർ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഈ പരീക്ഷയ്ക്കുള്ള തജ്വീദിലെ പാഠഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണിത്. ആരും മറന്നു പോകരുത്. അടുത്തത് ചോദിച്ചിട്ടുള്ളത് വ്യക്തമാക്കാനാണ്. മൂന്നാമത്തത് അതിൽ 1 സുക്കൂനുള്ള മീമിൻ്റെ ഇൽഹാർ എങ്ങനെയാണ് വരുന്നത്. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാ മീമ്, 2 അക്ഷരം മറന്നു പോകരുത്. ബാ മീമ് അല്ലാത്ത 26 അക്ഷരങ്ങൾ വന്നാൽ സുക്കൂനുള്ള മീമിനെ വ്യക്തമായി ഉച്ചരിക്കണം. ബാവും മീമും അല്ലാത്ത അക്ഷരങ്ങളാണ്, മറന്നു പോകരുത്. അല്ലാത്ത 26 അക്ഷരങ്ങൾ വരുമ്പോഴാണ് സുക്കൂനുള്ള മീമിനെ ഇൽഹാർ ചെയ്യുന്നത്. അതിൽ തന്നെ രണ്ടാമത്തത് സുക്കൂനുള്ള മീമിൻ്റെ ഇഖ്ഫ എങ്ങനെയാണ്. സുക്കൂനുള്ള മീമിന് ശേഷം ബ വന്നാൽ മീമിനെ മറച്ച് മണിച്ച് ഉച്ചരിക്കണം, അതാണ് ഇഖ്ഫ. ഇനി മൂന്നാമത്തത് സുക്കൂനുള്ള മീമിൻ്റെ ഇദ്ആമാണ് ചോദിച്ചിട്ടുള്ളത്. സുക്കൂനുള്ള മീമിന് ശേഷം ഹർക്കത്തുള്ള മീമ് വന്നാൽ സുക്കൂനുള്ള മീമിനെ ഹർക്കത്തുള്ള മീമിലേക്ക് ചേർത്തി ഷദ് ചെയ്യണം, അതാണ്. അതുപോലെ അതിൻ്റെ താഴെ 4ാമത് ചോദിച്ചിട്ടുള്ള ചോദ്യം, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം തന്നെ, അതും കൂടെ ഒന്ന് വായിക്കാം നമുക്ക്. സാക്കിനായ മീമിൻ്റെ ഉദാഹരണങ്ങൾ വേർതിരിക്കാം എന്നുള്ളതാണ്. അതിൽ ബ്രാക്കറ്റിൽ നിങ്ങൾക്ക് 4 ആയത്തുകളുടെ ഭാഗങ്ങൾ കാണാം. അതിന് നമുക്ക് ഇദ്ആം, ഇഖ്ഫ, ഇൽഹാർ എന്നിങ്ങനെയായിട്ട് വേർതിരിക്കണം. അതിൽ ഒന്നാമത്തത് ഇദ്ആമാണ്. ഖലഖകും മിൻ നഫ്സിൻ വാഹിദ, ഖലഖകും മിൻ, അവിടെ ഖലഖകും മിൻ, അവിടെയാണ് നമ്മുടെ കാര്യം കിടക്കുന്നത്. രണ്ടാമത് ഇഖ്ഫ, തെർമീഹിം ബിഹിജാർ, അവിടെ തെർമീഹിം ബിഹിജാർ, അവിടെയാണ് കാര്യം കിടക്കുന്നത്. അടുത്തത് ഇൽഹാർ, ഗൈറിൽ മഗ്ലൂബി അലൈഹിം വ, അവിടെയാണ് കാര്യം. അലൈഹിം വ ഇൽഹാറാക്കി വെളിവാക്കണം. വല്ലദീന ഹും അനിൽ ലഗ്വി, ഹും അനിൽ ലഗ്വി, അവിടെയും വെളിവാക്കി ഇൽഹാറാക്കി ഓതണം. ഈ 3ാമത്തെയും 4ാമത്തെയും ചോദ്യത്തിൽ പരാമർശിക്കപ്പെട്ട മീമുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കൃത്യമായി നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം.
തീർച്ചയായും വരാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിൽപ്പെട്ട ഒന്നാണ്. അതുകൊണ്ട് എല്ലാവരും അത് പഠിച്ചു വെക്കുക. അവസാനമായി ഇങ്ങനെ ഒരു ചോദ്യം കൂടെ കൊടുത്തിട്ടുണ്ട്. 5ാമത്, ഓരോ ഉദാഹരണം എഴുതാം. ഇങ്ങനൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ പാഠഭാഗങ്ങളിൽ വന്ന ആയത്തുകൾ, ഉദാഹരണമായി വന്ന ആയത്തുകൾ ഒരുപാടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇവിടെ ചോദിച്ചിട്ടുള്ളത് സുക്കൂനുള്ള മീമിന് ശേഷം ഫാ വന്നതിന്, രണ്ടാമത് സുക്കൂനുള്ള മീമിന് ശേഷം ജീമ് വന്നതിന്, മൂന്നാമത് സുക്കൂനുള്ള മീമിന് ശേഷം ആ വന്നതിന്. ഇങ്ങനെ ഓരോന്നിനും ഉദാഹരണങ്ങൾ എഴുതാനാണ്. ഇത് കൃത്യമായി നമ്മുടെ പാഠഭാഗങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ പഠിച്ചു വെക്കുക. ഇത് ഇനി ചോദിക്കുമോ എന്നറിയില്ല, എന്നാലും ബാക്കിയുള്ള ഉദാഹരണങ്ങൾ ഓരോന്നിനും പ്രധാനപ്പെട്ട എടുത്തു പറഞ്ഞ ഉദാഹരണങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ നോട്ട് ചെയ്യണം. ഏതെങ്കിലും ചോദിച്ചേക്കാം. വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. പല പരീക്ഷ പേപ്പറിലും ഇങ്ങനെ ഒരു ചോദ്യം വന്നതായി കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പേപ്പർ വായിക്കുന്നതിലൂടെ തജ്വീദിൻ്റെ ചോദ്യം ഏത് രൂപത്തിലാണ് വരിക എന്നുള്ളതിനെക്കുറിച്ച് നല്ല ഒരു ഐഡിയ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി ഇതുപോലെ നമുക്ക് മറ്റൊരു പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ കൂടെ കാണാം. അതാണിപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. നമ്മളിപ്പോൾ ഈ വായിച്ച ചോദ്യപേപ്പറിലുള്ള പല ചോദ്യങ്ങളും ഈ പേപ്പറിലും വന്നിട്ടുണ്ട്. രണ്ടും കൂടെ താരതമ്യപ്പെടുത്തി നമ്മൾ നന്നായി പഠിക്കുക. പിന്നെ തജ്വീദിൽ നിന്ന് നമുക്ക് പരീക്ഷയ്ക്ക് വരുന്ന പാഠഭാഗങ്ങൾ 5 പാഠങ്ങളാണ്. 5 പാഠങ്ങളും നന്നായി പഠിക്കുക. പ്രത്യേകിച്ച് 3, 4, 5 ഇത് നന്നായി പഠിക്കുക. ഇതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരിക. ഞാൻ പറഞ്ഞ പോലെ ഉദാഹരണങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ആയത്തുകളാണ് പഠിക്കാൻ അല്പം പ്രയാസമുണ്ടെങ്കിലും പഠിച്ചാൽ നമുക്ക് മുഴുവൻ മാർക്കും വാങ്ങാൻ പറ്റും. ഇതുപോലത്തെ ചോദ്യപേപ്പറുകളുടെ മാതൃക നമുക്ക് വളരെ പ്രയോജനമാണ്. കാരണം പാദവാർഷിക പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ പാഠങ്ങളെ പരീക്ഷയ്ക്കുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ ആ ഭാഗങ്ങളിൽ വന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകും. ഈ പരീക്ഷയ്ക്കും അതുതന്നെയായിരിക്കും ചോദിക്കുക. ഓരോ പേപ്പറും അടുത്ത പേപ്പറും തമ്മിൽ ഏകദേശം 50% മാർക്കുകൾ പഴയ പേപ്പറിൽ നിന്ന് തന്നെ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു മാർക്ക് നമുക്ക് അതുവഴി തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. കാരണം പല വിദ്യാർത്ഥികളും കമൻറ്റിലൂടെ അറിയിച്ചിരുന്നു, ഉസ്താദെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പല ചോദ്യങ്ങളും ഞങ്ങൾക്ക് പരീക്ഷയ്ക്ക് വന്നിരുന്നു, വളരെ നന്ദി എന്നൊക്കെ അറിയിച്ച് പല കമൻറ്റുകളും കണ്ടു. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. പോരായ്മകളുണ്ടെങ്കിൽ അതും കൂടെ പറയുക. ഇൻഷാ അല്ലാഹ് ലൈക്ക് ചെയ്ത് നിങ്ങൾ കാണുക. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് സബ്സ്ക്രൈബാണ്. അത് ചെയ്യാത്തവർ ചെയ്തു എന്ന് ഉറപ്പ് വരുത്തുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല എല്ലാവർക്കും നല്ല വിജയം അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്.